ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടക്ക കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് കറിക്ക് ആവശ്യമായ വെണ്ടക്ക കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു മീഡിയം സൈസിലെ സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കറി തയ്യാറാക്കി കഴിയുന്ന സമയത്ത് ഈ സവാള ഇങ്ങനെ അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാളയും നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. നമ്മൾ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒരുപാടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളി സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ചേർത്തെടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. അപ്പോൾ പുളി പിഴിഞ്ഞു വെച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി കൂടി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ വെണ്ടക്ക കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.